വെൽക്കം ബാക്ക് ടു അലനജിക്സ് ക്രിയേഷൻസ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് 65 ആണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് 65 ആണ്. അതിനുവേണ്ടി ഇതൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ഹാഫ് ലൈമ്, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. പിന്നെ ഈ പൊടികളെല്ലാം ഇടാം. ആവശ്യത്തിന് ഉപ്പ്. അതിലേക്ക് ലൈം പിഴിഞ്ഞ് വയ്ക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. നല്ലപോലെ എല്ലായിടത്തും എല്ലാം വരുന്ന മാതിരി നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, ഫ്രീസറിൽ വയ്ക്കരുത്. ഇപ്പോൾ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂറായി. 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല, 1 മണിക്കൂറെങ്കിലും മിനിമം വയ്ക്കണം. ഇതിപ്പോൾ 2 മണിക്കൂറായി, കൂടുതൽ സമയമായതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, 1 ടീസ്പൂൺ എങ്ങാനും വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വിസിലിട്ട് വേവിച്ചെടുക്കാം. അപ്പം മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം. 4 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നോക്കാം. നമ്മൾ ബീഫ് ഇതാ വേവിച്ചിട്ട് അത് വെള്ളത്തിൽ നിന്ന് വാരി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ചൂടാറണം. നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യണത്. അപ്പോൾ ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മൈദ വേണം. ഇതൊരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലോർ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഉപ്പ്. നമുക്ക് ആദ്യം മൈദ ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് കോൺഫ്ലോർ 1 2 3 4 5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കോൺഫ്ലോർ. ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, ബാറ്ററിന് ആവശ്യമുള്ളത്ര ഉപ്പ് മതി, അധികമൊന്നും വേണ്ട. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പെപ്പർ ക്രഷ് ചെയ്തത് ഇടാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടാം. ചില്ലി നമ്മൾ താളിക്കാനൊക്കെ എടുക്കണ മാതിരി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചില്ലി അതും ഇടാം, അല്ലെങ്കിൽ പെപ്പർ ഇടാം. ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ബാറ്ററാക്കി എടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഭയങ്കര കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിയുടെ പീസുകൾ നമുക്ക് ഇട്ട് മുക്കിയെടുക്കാൻ പറ്റില്ല. അതിന് പറ്റുന്ന ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. നന്നായി കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ പരുവം മതി. ഇനി ഇതിലും വെള്ളം വേണ്ട, ഇത്രയും വെള്ളം മതി. നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇറച്ചി ചൂടാറി കഴിയുമ്പോൾ ഇതിലേക്ക് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫ് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ നമ്മൾ വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇടാൻ പോവാണ്. നന്നായി മിക്സ് ചെയ്യാം. എല്ലാ പീസുമ്മയ്ക്കും ഈ ബാറ്റർ ആവുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കോളിഫ്ലവറൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആയിട്ട് ഓയിൽ അധികം ഒഴിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഷാലോ ഫ്രൈ ആയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ അധികം ഒഴിക്കണില്ല, ഇത്രയും ഒഴിക്കണുള്ളൂ. ഇനി അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, ബീഫ് ഇട്ടിട്ട്. നമുക്ക് ബീഫ് ഇതിലേക്ക് ഇടാം. ചൂടായിട്ടുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് ഇടാൻ നോക്കാം, ഓരോ പീസായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. നമുക്കിത് മറിച്ചിടാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇട്ടിട്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയായാൽ മതി. നമ്മൾ വേവിച്ച് വെച്ച ബീഫാണല്ലോ, പുറമേ ജസ്റ്റ് ഫ്രൈ ആയാൽ മതി. നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് കോരിയിടാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ മതി. നമ്മൾ ബീഫെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമുളക് ഇടുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. അതിൻ്റെ കുരു ഇങ്ങനെ പുറത്തേക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് സൂക്ഷിച്ച് ചെയ്യണം പച്ചമുളക് ചെയ്യുമ്പോൾ. പച്ചമുളക് നമ്മളിതാ കോരി എടുത്തിട്ടുണ്ട്, വറുത്ത് ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സവാളയും കൂടി അതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. നമ്മുടെ ബീഫ് 65 റെഡി ആയിട്ടുണ്ട്. പിന്നെ ടേസ്റ്റർ ബ്രോനോട് ടേസ്റ്റ് ചെയ്യാൻ പറയാം. സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. ബീഫ് 65 ആണ്. അപ്പം നമ്മുടെ ചിക്കൻ 65ൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.